ഈ ലോക ജീവിതത്തിൽ ഏതൊരു വൃക്ഷവും മനുഷ്യർ തിരിച്ചറിയുന്നത് അതിൽ വിളയുന്ന ഫലത്തിൻ്റെ അല്ലെങ്കിൽ കിഴങ്ങ്, അതുമല്ലെങ്കിൽ അതിൽ പിരിയുന്ന പൂക്കളുടെയോ പേരിൽ തന്നെയാണ്. അതുപോലെ മനുഷ്യരായ നാമും തീർച്ചയായും തിരിച്ചറിയപ്പെടുന്നത് നമ്മുടെയൊക്കെ സ്വഭാവ ഗുണങ്ങളുടെ പേരിൽ തന്നെയായിരിക്കും. ഇവിടെ അലങ്കരിക്കുന്ന നമ്മുടെയൊക്കെ ഔദ്യോഗിക പദവികൾ തികച്ചും താൽക്കാലികം മാത്രമാണ് എന്ന ബോധം അവനവന് തീർച്ചയായും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ അധികാര പദവിയിൽ ഒരുവൻ വിരാജിക്കുമ്പോൾ അയാൾ പൊതുജനങ്ങളോട് എപ്രകാരം വർദ്ധിക്കുന്നുവോ അപ്രകാരം തന്നെ പിന്നീട് കൂടെയുള്ള മനുഷ്യർ അയാളോട് പ്രതികരിക്കുകയും ആദരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവനവൻ്റെ ചിന്തകളെയും നാക്കിനെയും പ്രവൃത്തികളെയും സ്വയം ശ്രദ്ധിച്ച് നിയന്ത്രിക്കാൻ ശ്രമിക്കുക. മുറിപ്പെടുത്തുന്നവരോടും ക്ഷമിക്കാൻ കഴിയണം. ക്ഷമിക്കാനുള്ള കഴിവ് ഒരു അനുഗ്രഹമാണ്. ദേഷ്യത്തിൽ നിന്നും വേദനയിൽ നിന്നുമുള്ള മോചനമാണ് യഥാർത്ഥത്തിൽ ക്ഷമ. ക്ഷമിക്കാനുള്ള മനസ്സ് സ്വന്തമാക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ജീവിതത്തിൽ മനസ്സമാധാനം ഉണ്ടാകണമെങ്കിൽ ക്ഷമിക്കാനുള്ള സന്നദ്ധത ഉണ്ടാകണം. നാം ശാന്തതയോടെയും പുഞ്ചിരിയോടെയും ജീവിക്കണം. മറ്റുള്ളവരോടുള്ള പകയും വിദ്വേഷവും മാറ്റിവെച്ച് സ്നേഹത്തോടെ നാം പെരുമാറണം. നന്ദിയും നന്മയും നിറഞ്ഞ മനസ്സിൻ്റെ ഉടമകളാകണം. കരുതലിൻ്റെ കരസ്പർശമാണ് ക്ഷമ. കുറവുകളിൽ നിന്ന് നിറവുകൾ സൃഷ്ടിക്കുന്നതിലാണ് ജീവിതത്തിൽ